അഡ്വക്കേറ്റ് ജോയ് തട്ടിൽ, ഇതിപ്പോൾ തുടർച്ചയായി രണ്ടാമത്തെ കപ്പലാണ് അപകടത്തിൽപ്പെടുന്നത്. അതും വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പായ ശേഷം കേരള തീരത്തുണ്ടാകുന്ന നമ്മുടെ ആശങ്കയുണ്ടാക്കുന്ന രണ്ടാമത്തെ അപകടം. ആദ്യം എൽസ 3 എന്ന കപ്പൽ അപകടത്തിൽപ്പെടുമ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം, അതല്ലെങ്കിൽ ഒരു തീരുമാനം, കപ്പൽ കമ്പനിക്കെതിരെ കോടതിയെ സമീപിക്കേണ്ട എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്. ഇങ്ങനെ ഒരു അപകടം കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് നിയമപരമായി സംരക്ഷണം കിട്ടുന്ന എന്തൊക്കെ വ്യവസ്ഥകളാണ് നമ്മുടെ മാരിടൈം ലോസിലുള്ള, മെറൈൻ ലോസിലുള്ളത്? എങ്ങനെ വേണം ഈ വിഷയത്തെ സർക്കാർ കൈകാര്യം ചെയ്യാൻ നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ? നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കപ്പലപകടം നമ്മുടെ കൊച്ചി തീരത്ത് മാത്രമല്ല, ഇത് നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ പല കോസ്റ്റൽ സ്റ്റേറ്റുകളിലും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കോസ്റ്റൽ സ്റ്റേറ്റ് എന്ത് ആക്ഷനാണ് എടുക്കുന്നത് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കോസ്റ്റൽ സ്റ്റേറ്റിന് അതിൻ്റേതായിട്ടുള്ള നിയമത്തിൻ്റെ ആ ഒരു ഫ്രെയിമിനുള്ളിൽ നിന്ന് അവർക്ക് ഒത്തിരിയധികം കാര്യങ്ങൾ ഈ കപ്പൽ കമ്പനിക്ക് എഗെയിൻസ്റ്റ് ചെയ്യാൻ സാധിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മനസ്സിലാക്കുന്നത്, ആദ്യം തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കോസ്റ്റൽ സ്റ്റേറ്റ് ഈ കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു FIR ഇടണ്ട, ആദ്യം ഒരു ക്രിമിനൽ നടപടി ആദ്യം ഇടണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനീനെ വിവരം അറിയിക്കുകയും നമ്മുടെ കോസ്റ്റൽ സ്റ്റേറ്റിൽ ഉണ്ടായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇൻക്ലൂഡിങ് മെറൈൻ പൊല്യൂഷൻ, ഇൻക്ലൂഡിങ് ഓയിൽ പൊല്യൂഷൻ, ഫിഷർമെൻ ഉണ്ടായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾ, ഇവരോട് ഒരു എമൗണ്ട് നമ്മുടെ സ്റ്റേറ്റിന് ഡെപ്പോസിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. ദാറ്റ് കുഡ് ബി മേ ബി ഒരു 1000 crore ആവാം, അല്ലെങ്കിൽ 1500 crore ആവാം, വാട്ട് എവർ ഇറ്റ് ഇസ്. ഒരു എമൗണ്ട് ക്വാണ്ടിഫൈ ചെയ്തിട്ട് യു ഡെപ്പോസിറ്റ് ദാറ്റ് എമൗണ്ട് വിത്ത് ദ സ്റ്റേറ്റ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ടൈം ഫ്രെയിം ഉണ്ടോ? അതായത് അപകടം നടന്ന് ഇത്ര മണിക്കൂറിനകം നമ്മൾ ഇത് ക്ലെയിം ചെയ്യണം എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ? ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് നമ്മൾ കാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ ആക്ട് പ്രകാരമല്ല. നമ്മൾ നോർമൽ കേസിനകത്ത് ഒരു ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളതാണ്. ഇമ്മീഡിയറ്റ്ലി that means ഒരു മേ ബി റീസണബിൾ ടൈം അതിനകത്ത് നമുക്ക് പറയാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു 20 days, ഒരു 15 days. നമ്മളിപ്പോൾ ഈ അപകടം നടന്നിട്ട് 25-ാം തീയതി അപകടം നടന്നിട്ട് ഇതുവരെയും നമ്മുടെ സർക്കാർ, ഒരു കേരള ഗവൺമെൻറ് ഈ കപ്പൽ കമ്പനിയുമായിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായി എന്നല്ലാതെ അവരൊരു ഡിമാൻഡ് ഇതുവരെയും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരോട് ഡിമാൻഡ് ചെയ്യുകയും ഈ സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടം ഓഫ് എമൗണ്ട് സ്റ്റേറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. അത് കപ്പൽ കമ്പനി തയ്യാറല്ല എങ്കിൽ നിയമപരമായിട്ട് തന്നെ സർക്കാരിന് പല കാര്യങ്ങളും ചെയ്യാനും പറ്റും. ബാക്കിയുള്ള ഇവരുടെ കപ്പലുകളെ തടഞ്ഞിട്ട് ഇവരൊക്കെ പ്രഷറൈസ് ചെയ്ത് ആ ക്വാണ്ടം ഓഫ് എമൗണ്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള വ്യവസ്ഥകൾ നമ്മുടെ നിയമത്തിലുണ്ട്. അഡ്വക്കേറ്റ് ജോയ് തട്ടിൽ, അപ്പോൾ താങ്കൾ പറയുന്നത് ആദ്യം ഒരു ഈ തീരത്തുള്ള, അതായത് ഈ മേഖല, ഈ സംസ്ഥാനം എന്ന നിലയിൽ കേരളം ചെയ്യേണ്ടിയിരുന്നത് ഒന്നെങ്കിൽ അത് FIR ഇട്ട് അതിൻ്റെ നിയമ നടപടികളിലേക്ക് കടക്കുകയോ, അതല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇതിനൊരു നഷ്ടപരിഹാര തുകയിട്ട് അത് കമ്പനിക്ക് മേൽ സമ്മർദ്ദമായി അത് ഉന്നയിക്കുകയും അത് ഡിമാൻഡ് ചെയ്യുകയും ചെയ്യണമായിരുന്നു. നിർഭാഗ്യവശാൽ അത് രണ്ടും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.